അസ്സലാമു അലൈക്കും. ഇസ്ലാം എന്താണെന്നുള്ളത് നമ്മൾ ഇസ്ലാം മതഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അഥവാ എല്ലാം സൃഷ്ടാവിലേക്ക് സമർപ്പിക്കുന്ന ഒരു രീതി, അത് യഥാർത്ഥ സത്യവും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതേ കാര്യം ഭഗവത്ഗീതയിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇസ്ലാമിനെ ഒരിക്കലും നമുക്ക് പുച്ഛിക്കാൻ പറ്റില്ല. കാരണം ഭഗവത്ഗീത പറയുന്ന നിയമം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും ഈക്വലാണ്. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. അധ്യായം 5 സന്യാസയോഗ വാക്യം 17. ജ്ഞാനികളുടെ ലക്ഷണങ്ങളും അവർക്ക് ലഭിക്കുന്ന ഫലവും ഭഗവാൻ പറയുന്നു. ബ്രഹ്മത്തിൽ ബുദ്ധി ഉറപ്പിച്ചവരും ബ്രഹ്മത്തെ തന്നെ ആത്മാവായി കാണുന്നവർ, ബ്രഹ്മത്തിൽ തന്നെ നിഷ്ഠയുള്ളവരും ബ്രഹ്മത്തിൽ തന്നെ ബ്രഹ്മമായ ആശ്രയമായി കരുതുന്നവരും ആയവർ. ബ്രഹ്മത്തിൽ ബുദ്ധി ഉറപ്പിച്ചവരെന്ന് പറയുമ്പോൾ ബ്രഹ്മം എന്താ? സൃഷ്ടാവ്. സൃഷ്ടാവിൽ ബുദ്ധി ഉറപ്പിച്ചവരെന്ന് പറയുമ്പോൾ സൃഷ്ടാവിനെ നമ്മൾ ബുദ്ധി കൊണ്ട് നമ്മൾ സത്യത്തെ നമ്മൾ മനസ്സിലാക്കി വിശ്വസിക്കുന്ന ആളുകൾ, ബ്രഹ്മത്തെ തന്നെ ആത്മാവായി കാണുന്നവർ അഥവാ സൃഷ്ടാവ് ഒരു ആത്മാവാണെന്ന് വിശ്വസിക്കുന്നവര്, ബ്രഹ്മത്തിൽ തന്നെ നിഷ്ഠയുള്ളവര്, കാരണം അതിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളുകൾ. ഇനി ബ്രഹ്മത്തിൽ തന്നെ പരമമായ ആശ്രയമായി കരുതുന്നവര്. അപ്പൊ സൃഷ്ടാവിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നുള്ള വിശ്വാസം നമ്മളിലേക്ക് വരണം. എല്ലാത്തിനും നമ്മൾ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ ജീവൻ നിലനിർത്താൻ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. നമുക്ക് വെള്ളത്തിനും നമുക്ക് വായുവിനും ഭക്ഷണങ്ങൾക്കും, നമുക്ക് ചൂട് വേണമെങ്കിലും നമുക്ക് തണുപ്പ് വേണമെങ്കിലും, നമുക്ക് ഇനി ഒരു പക്ഷിക്ക് പറക്കണമെങ്കിലും ഇനി ഒരു വിമാനത്തിന് പറക്കണമെങ്കിലും ഒരു കപ്പലിന് ഓടിക്കണമെങ്കിലും നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സൃഷ്ടാവിൻ്റെ സപ്പോർട്ട് നമുക്ക് വേണം. കൈകളെന്ന ആ ഒരു അംശത്തിൻ്റെ സപ്പോർട്ട് വേണം. അപ്പോൾ അതാണ് സൃഷ്ടാവിനെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ തന്നെ പരമമായ ആശ്രയമായി കരുതുന്നവരുമാണ് അവർ. അപ്പം ഈ ഒരു രീതിയിലാണ് ഇസ്ലാം മതവിശ്വാസം നിലകൊള്ളുന്നത്. ജ്ഞാനം കൊണ്ടും പാപങ്ങളെയെല്ലാം കഴുകിക്കളഞ്ഞവരായി പിന്നീട് തിരിച്ചു വരാത്ത അവസ്ഥയെ പ്രാപിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്ന അവസ്ഥയാണിത്. പൂർണ്ണമായിട്ട് ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്ന എന്ന് പറയുമ്പോൾ യഥാർത്ഥ സൃഷ്ടാവിനെ മനസ്സിലാക്കി അതിൽ ലയിച്ച് നല്ല ഭക്തിയിലൊരു മനുഷ്യനാവുന്ന ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു രീതി എന്താണ്? ഇതാണ് ഇസ്ലാം മതം. കാരണം സൃഷ്ടാവിനെ ആത്മാവായിട്ട് കാണുന്നുണ്ട്, എല്ലാം അവനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. കാരണം നമുക്ക് എന്ത് വേണമെങ്കിൽ അത് സൃഷ്ടാവിൻ്റെ അനുഗ്രഹമാണ്. അതിലുപരി നമ്മൾ സൃഷ്ടാവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സത്യം സൃഷ്ടാവിനെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സൃഷ്ടാവ് ആത്മാവ് എന്ന രീതിയിലാണ് നമ്മൾ സൃഷ്ടാവിനെ നമസ്കരിക്കുന്നതും. ഈ ഒരു രീതിയൊക്കെയാണ് ഇസ്ലാം ഫോളോ ചെയ്യുന്നത്. ഈ രീതി തന്നെയാണ് ഭഗവത്ഗീതയും പറയുന്നത്. പക്ഷെ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നമ്മളത് പ്രവർത്തിക്കാത്തത് നമ്മുടെ തെറ്റ്.